ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാർട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഹെയർ ഡ്രോയിങ് ആണ്. അപ്പോൾ ഇതിൽ ഒരുപാട് വൈറ്റ് ഹെയർ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ 2 മെത്തേഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 മെത്തേഡ് നിങ്ങൾ നോക്കിയിട്ട് അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ HP പെൻസിൽ ഉപയോഗിച്ചിട്ട് ഒരു ലെയർ പോലെ നമ്മൾ ആദ്യം ആ മുടിയുടെ ഷേപ്പ് വരച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ എവിടെയൊക്കെയാണ് നമുക്ക് ഡാർക്ക് ഷെയ്ഡ് വേണ്ടത്, അതായത് ഡാർക്കായിട്ടുള്ള മുടി വരുന്ന ഭാഗം ഏതാണോ ആ ഒരു കോളം നോക്കിയിട്ട് അവിടെ നമ്മൾ 8B 10B ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ള ഡാർക്ക്നെസ് ഉള്ള പെൻസിൽ ഏതാണോ അത് യൂസ് ചെയ്യാം. അപ്പം ആദ്യം നമുക്ക് ഈ ഒരു മെത്തേഡിൽ വരച്ച് പോവാം. പിന്നെ അടുത്തൊരു മെത്തേഡ് ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ട് ആ ഒരു മെത്തേഡോടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് മഷി തീർന്ന റീഫിൽ എടുക്കുക. അതിനുശേഷം നമുക്ക് എവിടേക്കാണ് വൈറ്റ് ഹെയർ വരേണ്ടത് ആ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു റീഫിൽ വെച്ചിട്ട് ഒന്ന് വരച്ച് വിട്ടാൽ മതി. അതായത് ഇച്ചിരി പ്രസ് ചെയ്ത് പിടിച്ച് വരച്ച് വിടുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ വരയ്ക്കുമ്പോൾ ആ പേപ്പറിൽ ചെറിയൊരു കുഴി പോലെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ പിന്നീട് ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ ആ ഒരു ഗ്രാഫൈറ്റ് അതിലേക്ക് ഇറങ്ങാണ്ട് ആ ഒരു വെളുത്ത മുടി നമുക്ക് കിട്ടുന്ന രീതിയിൽ അവിടെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് എവിടേക്കാണ് വൈറ്റ് ഹെയർ വേണമെന്ന് വെച്ചാൽ ആ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ ആദ്യം മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ കൂടെ ഷെയ്ഡ് ചെയ്ത് വിട്ടാൽ മതി. പക്ഷെ നമുക്കിത് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല, കാരണം നമുക്ക് അതായത് നമുക്കിപ്പം ഒരുപാട് ഡാർക്ക്നെസ് വരുന്ന ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഒരുപാട് കറുത്ത മുടി വരുന്ന ഇടയ്ക്ക് ചെറിയൊരു വെളുത്ത മുടി ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാൻ ആയിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം.
അപ്പോൾ ഈ ഒരു പാർട്ട് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞാൻ വീഡിയോ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം വലിയ താമസിക്കാൻ നമുക്ക് ഇതിൻ്റെ പാർട്ട് 3 ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു പാർട്ട്, അതായത് നമ്മൾ ആദ്യം ചെയ്ത ഔട്ട്ലൈനും പിന്നെ ഈ ഒരു പാർട്ടും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് മെസ്സേജായിട്ടോ അല്ലെങ്കിൽ കമൻറ്റായിട്ടോ ചോദിക്കാവുന്നതാണ്.